ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ആദ്യദിനം തന്നെ അർലേക്കറുടെ നാടകീയ ഇടപെടൽ, സർക്കാർ തീരുമാനം ഗവർണർ തിരുത്തി. തിരുവനന്തപുരം ചുമതലയേറ്റെടുത്ത ആദ്യദിനമായ ഇന്നലെ തന്നെ സർക്കാരിന്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണറുടെ സുരക്ഷാവലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത്. ഇതിനായി ഡിജിപിയുടെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചുവരുത്തി. ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും വിശ്വസ്തരായിരുന്ന ഈ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് ഇതോടെ നടപ്പാകാതെ പോയത്. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് പരാതി ഗവർണറുടെ സവിധം എത്തിച്ചതെന്നാണ് വിവരം. തുടർന്ന് രാജ്ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഗവർണർ ഈ നീക്കത്തിനു പിന്നിലുള്ള ലക്ഷ്യത്തെപ്പറ്റി സംശയത്തിലായി. തുടർന്ന് മനോജ് എബ്രഹാമിനെ കാണാൻ താൽപര്യം പ്രകടിപ്പിക്കുകയായിരുന്നു. ഗവർണറുടെ ആവശ്യം അദ്ദേഹം അപ്പോൾ തന്നെ അംഗീകരിച്ചു. $40,000 കൊടുത്തിട്ടും നിമിഷപ്രിയയ്ക്ക് രക്ഷയില്ല. തലാലിന്റെ കുടുംബത്തേക്ക് പണം എത്തിയതായി അറിയില്ല. തിരുവനന്തപുരം യമനിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാൻ തയ്യാറെന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോഴും ദയാധനം സംബന്ധിച്ച് അവ്യക്തത തുടരുന്നു. $40,000 ഏകദേശം 34 ലക്ഷം രൂപ ചർച്ചകൾക്ക് മുമ്പായി യമനിലെ ഗോത്ര നേതാക്കൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതെന്ന് നിമിഷപ്രിയയുടെ അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രന് പറഞ്ഞു. ഇതിന്റെ ആദ്യ ഗഡുവായ $20,000 കുറച്ചു നാളുകൾക്ക് മുൻപ് തന്നെ നൽകിയിരുന്നു. എന്നാൽ അനുകൂലമായ പ്രതികരണം ഉണ്ടാകാതിരുന്നതുകൊണ്ട് രണ്ടാം ഗഡു കൊടുക്കുന്നത് വൈകി. ഡിസംബർ അവസാന വാരമാണ് രണ്ടാം ഗഡുവായ $20,000 കൂടി മധ്യസ്ഥ ചർച്ച നടത്തിയവർക്ക് സൗദി ആസ്ഥാനമായ ഇന്ത്യൻ നയതന്ത്ര മിഷൻ വഴി നൽകിയത്. എന്നാൽ ഇത് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവെച്ചുവെന്ന വാർത്തയാണ് കേൾക്കുന്നതെന്ന് സുഭാഷ് ചന്ദ്രന് പറഞ്ഞു. തലാല് അബ്ദുമഗ്ദി എന്ന യമൻ സ്വദേശി കൊല്ലപ്പെട്ട കേസിലെ ശിക്ഷിക്കപ്പെട്ടാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ 2017 മുതൽ യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ കഴിയുന്നത്. ദയാധനമായി നൽകിയ $40,000 നിന്ന് ഒരു ഭാഗം പോലും തലാലിന്റെ കുടുംബത്തിന് ലഭിച്ചതായി അറിവില്ലെന്നും സുഭാഷ് ചന്ദ്രന് പറയുന്നു. ഇന്ത്യൻ അധികൃതരും ഹൂതികളും തമ്മിൽ ഉഭയകക്ഷി ബന്ധമില്ലാത്തതാണ് വിഷയത്തിലെ പ്രതിസന്ധിയെന്നും സുഭാഷ് വ്യക്തമാക്കി. യമനിൽ ഇപ്പോൾ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല. പ്രശ്നത്തിൽ ഇറാന് ഇടപെടാമെന്ന് അറിയിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിൽ നിർണായകമാകുമെന്നും സുഭാഷ് ചന്ദ്രന് പറഞ്ഞു. തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകി മോചനം സാധ്യമാക്കുക എന്നതാണ് ഏക പോംവഴി. എത്ര പണം വേണമെന്ന് തലാലിന്റെ കുടുംബമാകും നിശ്ചയിക്കുകയെന്നും സുഭാഷ് ചന്ദ്രന് പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷയെക്കുറിച്ച് അറിഞ്ഞെന്നും കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയതിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ചർച്ചകളുടെ സമയം കഴിഞ്ഞെന്ന് മനുഷ്യാവകാശ പ്രവർത്തകന് സാമുവൽ ജെറോം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മാപ്പപേക്ഷ ചർച്ചകളുടെ രണ്ടാം ഗഡുവായി നൽകേണ്ട പണം കമ്മിറ്റി യഥാസമയം കൈമാറിയില്ല. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് ചർച്ചകളിലെ വിശ്വാസം നഷ്ടമായി. അവസരമുള്ളപ്പോൾ ഉപയോഗിക്കാനായില്ല. ഇപ്പോൾ അവസരം നഷ്ടമായെന്നും അദ്ദേഹം പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചന വഴികളെ തേടി മാസങ്ങളായി യമനിൽ കഴിയുന്ന അമ്മ പ്രേമകുമാരി എന്തു ചെയ്യണമെന്ന് അറിയാതെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ്. മകളുടെ മോചനശ്രമങ്ങളുടെ ഭാഗമായി ഈ വർഷം ഏപ്രിൽ 20 യമനിലേക്ക് പോയ അമ്മ പ്രേമകുമാരി അവിടെ തുടരുകയാണ്. ഇതിനിടെ 2 തവണ മകളെ ജയിലിൽ ചെന്ന് കാണാൻ സാധിച്ചിരുന്നു. 2011 യമനിലെത്തിയ നിമിഷപ്രിയ 2015 സനായിലെ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക് ആരംഭിച്ചിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടിയും 2014 തന്നെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. തുടർന്ന് നിമിഷപ്രിയയുമായി വിവാഹം കഴിച്ചതായി തലാല് വ്യാജരേഖയുണ്ടാക്കുകയും അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാൾ പാസ്പോർട്ട് പിടിച്ചുവെക്കുകയും ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്തിരുന്നു. ഏതുവിധേനയും പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാനായി നിമിഷപ്രിയ തീരുമാനിച്ചു. തലാലിനെ മരുന്ന് കുത്തുവച്ച് മയക്കിക്കിടത്തി പാസ്പോർട്ട് എടുക്കാനുള്ള ശ്രമത്തിനിടെ ഇയാളെ മരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ വധിച്ചെന്ന കേസിൽ 2017 ജൂലൈയിലാണ് നിമിഷ അറസ്റ്റിലായത്. 2020 വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയിരുന്നു. 2023 യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. പെൺകുട്ടി ഉറങ്ങുന്നത് അറിയാതെ കാറുമായി പോയി. നാട്ടുകാർ പിടികൂടി. അറസ്റ്റ്. കുറ്റ്യാടി 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് കാറിൽ ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത്. അടുക്കത്ത് ആശാരിപറമ്പിൽ വിജീഷിനെയാണ് 41 പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നമംഗലം സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. 2 കിലോമീറ്ററോളം ദൂരം പോയ ശേഷം പെൺകുട്ടിയെ റോഡിൽ ഇറക്കിവിട്ടു. ഇതിനിടെ ദമ്പതികൾ നാട്ടുകാരുടെ സഹായത്തോടെ കാറ് പിന്തുടരുകയും നാട്ടുകാർ മറ്റുള്ളവർക്ക് വിവരം നൽകുകയും ചെയ്തിരുന്നു. ഏറെ ദൂരം പോകുന്നതിന് മുൻപ് നാട്ടുകാർ കാർ തടഞ്ഞു. വളരെ പതുക്കെയായിരുന്നു കാർ ഓടിച്ചിരുന്നത്. തുടർന്ന് പോലീസെത്തി വിജീഷിനെ കസ്റ്റഡിയിലെടുത്തു.
വിജീഷ് ലഹരി ഉപയോഗിച്ചിരുന്നതായാണ് വിവരം. ദമ്പതികളും പെൺകുട്ടിയും ഏതാനും ആഴ്ച മുൻപാണ് ഗൾഫിൽ നിന്നെത്തിയത്. മൂത്ത കുട്ടി കുറ്റ്യാടിയിലെ അമ്മവീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ദക്ഷിണ ലബനനിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ച് ഇസ്രയേൽ സൈന്യം അഭ്യർത്ഥന നൽകിയിരുന്നെന്ന് ഇസ്രയേൽ. ബെയ്റൂട്ട്. ദക്ഷിണ ലബനനിൽ ഹിസ്ബുള്ള സൈനിക കേന്ദ്രത്തിലെ റോക്കറ്റ് ലോഞ്ചറുകൾ ആക്രമണത്തിൽ നശിപ്പിച്ചെന്ന് ഇസ്രയേൽ സൈന്യം. ഹിസ്ബുള്ളയുടെ മധ്യദൂര റോക്കറ്റ് ലോഞ്ചറുകളാണ് നശിപ്പിച്ചത്. റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിക്കാൻ ലബനൻ സൈന്യത്തിന് മുൻകൂട്ടി അഭ്യർത്ഥന നൽകിയെങ്കിലും പ്രതികരിക്കാത്തതിനാലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ലബനൻ സൈന്യം തയ്യാറായില്ല. ഇനി ആകാശത്തും വൈഫൈ. ആഭ്യന്തര വിമാനങ്ങളിൽ ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച് എയർ ഇന്ത്യ. മൊബൈൽ. ആകാശത്തും ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച് ടാറ്റയുടെ വിമാന കമ്പനിയായ എയർ ഇന്ത്യ. ഇതോടെ രാജ്യത്ത് ആഭ്യന്തര വിമാനങ്ങളിൽ വൈഫൈ കണക്ടിവിറ്റി നൽകുന്ന ആദ്യത്തെ വിമാന കമ്പനിയായി മാറുകയാണ് എയർ ഇന്ത്യ. 2025 ജനുവരി 1 മുതൽ തിരഞ്ഞെടുത്ത വിമാനങ്ങളിൽ സേവനം ആരംഭിക്കുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരുന്നത്. വിമാനയാത്രികർക്ക് ഒരേസമയം ഒന്നിലധികം ഉപകരണങ്ങൾ വൈഫൈയുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് വിശദീകരണം. iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട്ഫോണുകൾ എന്നിവയുൾപ്പെടെയുള്ളവയിൽ ഇത്തരത്തിൽ വൈഫൈ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. നിലവിൽ ന്യൂയോർക്ക്, ലണ്ടൻ, പാരീസ്, സിംഗപ്പൂർ എന്നീ ആഭ്യന്തര റൂട്ടുകളിൽ ഈ സേവനം പരീക്ഷിച്ച് വിജയിച്ചതാണ്. എങ്ങനെ നിങ്ങളുടെ ഉപകരണവുമായി വൈഫൈ കണക്ട് ചെയ്യാം? നിങ്ങളുടെ ഉപകരണത്തിൽ വൈഫൈ ഓൺ ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും എയർ ഇന്ത്യ വൈഫൈ നെറ്റ്വർക്ക് തിരഞ്ഞെടുക്കുക. എയർ ഇന്ത്യ പോർട്ടലിൽ നിങ്ങളുടെ PNR-ഉം അവസാന പേരും നൽകുക. കണക്ട് ചെയ്താൽ സൗജന്യ ഇന്റർനെറ്റ് ലഭിക്കും. വാഹനം ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് അന്തരിച്ചു. മുക്കം. കഴിഞ്ഞ ഡിസംബർ 23-ന് പെരിന്തൽമണ്ണയിൽ ബൈക്കിൽ സഞ്ചരിക്കവെ ടോറസ് ലോറി വന്നിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഗോതമ്പ റോഡ് മുള്ളൂർ ജോയിയുടെ മകൻ ഷിജു 38 ആണ് മരിച്ചത്. സംസ്കാരം ഇന്ന് 2025 ജനുവരി 3 വെള്ളി രാവിലെ 10-ന് വസതിയിൽ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം വാലില്ലാപ്പുഴ സെന്റ് മേരീസ് പള്ളിയിൽ. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു. അമ്മ മേഴ്സി കുത്തുളി പൗരത്തിൽ കുടുംബാംഗം. ഭാര്യ കൂടരഞ്ഞി പാണ്ടമ്പടത്തിൽ കുടുംബാംഗം മെനു കുര്യാക്കോസ്. സഹോദരി ഷിനി തടിയിൽ തിരുവമ്പാടി. ഞെട്ടിക്കുന്ന തട്ടിപ്പ്. UPI പിൻ അടിച്ചാല് പണം പോകും. എന്താണ് ജംപ് ഡെപ്പോസിറ്റ്? UPIയിലൂടെ ഇടപാടുകൾ നടത്തുന്നവരാണോ? എങ്കിൽ ഈ തട്ടിപ്പില് വീഴാതിരിക്കാന് അതീവ ജാഗ്രത പുലർത്തേണ്ടി വരും. ജംപ് ഡെപ്പോസിറ്റ് എന്ന പേരിലാണ് പുതിയ തട്ടിപ്പ് അരങ്ങേറുന്നത്. അക്കൗണ്ടിൽ ഒരു തുക വന്നു എന്നുള്ള സന്ദേശമാണ് ആദ്യം വരിക. 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള തുക എത്തി എന്നുള്ള മെസ്സേജ് ആയിരിക്കും കാണുക. അപ്രതീക്ഷിതമായി ഒരു തുക വരുമ്പോൾ സ്വാഭാവികമായും അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാൻ UPI അക്കൗണ്ടിന്റെ പിൻ എൻ്റർ ചെയ്ത് UPI ആപ്പിൽ പ്രവേശിക്കും. അതേസമയം തന്നെ അക്കൗണ്ട് മുഴുവന് കാലിയാക്കുന്നതിന് തട്ടിപ്പുകാർക്ക് സാധിക്കും. കാരണം പിൻ നമ്പർ അടിക്കുക വഴി തട്ടിപ്പുകാർക്ക് പണം പിൻവലിക്കുന്നതിനുള്ള അപേക്ഷയ്ക്കുള്ള അനുമതി ആയിരിക്കും അക്കൗണ്ട് ഉടമ നൽകുന്നത്. ഇതോടെ അക്കൗണ്ടിലെ മുഴുവന് പണവും തട്ടിപ്പുകാർ കൈക്കലാക്കും. അപ്രതീക്ഷിതമായി ഒരു തുക അക്കൗണ്ടിലെത്തി എന്ന് സന്ദേശം ലഭിക്കുകയാണെങ്കിൽ അടുത്ത 30 മിനിറ്റ് അക്കൗണ്ട് പരിശോധിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സംശയം തോന്നുക ആണെങ്കിൽ തെറ്റായ പിൻ നമ്പർ അടിച്ച് ഇടപാട് ക്യാൻസൽ ചെയ്യാം. എപ്പോഴും ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് പരിശോധിക്കുകയും ദുരൂഹമായ ആളുകൾക്കും വ്യക്തികൾക്കും ഇടപാടുകൾക്കും പിൻ നമ്പറോ OTP-യോ നൽകാതിരിക്കുകയും ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായി അക്കൗണ്ടിലെ തുക എത്തുക ആണെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കാര്യം പരിശോധിക്കുക. വ്യാപാരോത്സവം ബമ്പർ നറുക്കെടുപ്പ് തീയതി മാറ്റി. കൂടരഞ്ഞി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂടരഞ്ഞി യൂണിറ്റ് സംഘടിപ്പിക്കുന്ന വ്യാപാരോത്സവം വിഷൻ 2025-ന്റെ ബമ്പർ നറുക്കെടുപ്പ് തീയതി ജനുവരി 30-ലേക്ക് മാറ്റിയതായി യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് പാതിപറമ്പിൽ അറിയിച്ചു. കൂടരഞ്ഞി പള്ളിതിരുനാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ കണക്കിലെടുത്താണ് ബമ്പർ നറുക്കെടുപ്പ് തീയതി നീട്ടിയതെന്നും വ്യാപാരോത്സവം 2ാം ഘട്ടത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഡിസ്കൗണ്ട് സെയിലുകളും വരും ദിവസങ്ങളിൽ നടക്കുമെന്നും നിബന്ധനകളില്ലാതെ മുഴുവൻ ഉപഭോക്താക്കൾക്കും സൗജന്യമായി കൂപ്പൺ ലഭ്യമാക്കുമെന്നും ഉപഭോക്താക്കൾ കൂപ്പൺ ചോദിച്ച് വാങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോടഞ്ചേരി. വേളങ്കോട് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഷിജി ആന്റണി അധ്യക്ഷനായ ചടങ്ങിൽ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകനായ സണ്ണി പുതുവത്സര സന്ദേശം ഏവർക്കുമായി നൽകി. ന്യൂ ഇയർ ലക്കി സ്റ്റാറായി 2ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥി സ്റ്റെഫിൻ K. വർഗീസ് തിരഞ്ഞെടുക്കപ്പെടുകയും എല്ലാവർക്കും വേണ്ടി കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി സിസ്റ്റർ സുധർമ്മ SIC, സ്കൂൾ ലീഡർ ബ്രിൻഡോ റോയ് എന്നിവർ ആശംസകൾ നേർന്നു. ശേഷം 1ാം വർഷ 2ാം വർഷ വിദ്യാർത്ഥികളുടെ നൃത്താവിഷ്കാരവും കൊട്ടും പാട്ടും പ്രോഗ്രാമും സംഘടിപ്പിച്ചു. ന്യൂ ഇയർ കേക്കിന്റെ മാധുര്യം ഏവർക്കുമായി സ്കൂളിൽ നിന്നും നൽകി. കോടഞ്ചേരി പൂളപ്പാറ പാലക്കലോടിയിൽ TV കുര്യാച്ചൻ 70 നിര്യാതനായി. ഭാര്യ പെണ്ണമ്മ. പൂരാച്ചുണ്ട് കാനാട്ട് കുടുംബം. മക്കൾ പ്രജീഷ് അയർലൻഡ്, സിസ്റ്റർ ജെറീന NSJ, ദാന. മരുമകൾ ജസ്ന പൈകയിൽ, കോടഞ്ചേരി. സംസ്കാരം പിന്നീട്.
കോടഞ്ചേരി നൂറാന്തോട് ചെന്നേപറമ്പിൽ പരേതനായ ജോർജിന്റെ ഭാര്യ പൊന്നമ്മ 87 നിര്യാതയായി. സംസ്കാരം ഇന്ന് 3 ജനുവരി 25 രാവിലെ 10 നൂറാന്തോട് സെന്റ് ജോസഫ് പള്ളി സിമിത്തേരിയിൽ. മക്കൾ ഫിലോമിന, ലീലമ്മ, ജോയി, മോളി. മരുമക്കൾ തോമസ് കാങ്ങാട്ട്, ബാബു തെക്കേക്കരമറ്റത്തിൽ, ഷൈനി വാഴക്കൽ, ജോസ് പട്ടരുകാലായിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.